ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെയാണ് നമ്മുടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ടെസ്റ്റിൽ തോറ്റിരുന്നു, 2-0 നമ്മൾ തോറ്റു. അതുപോലെ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഓഡി സീരീസ് 2-1 നമ്മൾ ജയിച്ചിരുന്നു. അപ്പോൾ രോഹിത്തും കോഹ്ലിയും ഇല്ലാത്ത ഒരു ടീമായിരുന്നു ടെസ്റ്റും അതുപോലെ T20 ഓൾറെഡി നമ്മൾ ഏജിൻ്റെ ഒരു ഇതിലൊക്കെ നമ്മൾ റിട്ടയർഡ് ചെയ്ത് പോയതാണ്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒരു പ്രഷർ ചെയ്തിട്ട് പുറത്താക്കിയതാണ്. അപ്പോൾ ടെസ്റ്റ് ടീം ഒരിക്കലും ഇന്ത്യക്ക് നല്ലൊരു ടീം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഹോമിൽ 2ാം തവണയാണ് ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് ടൈം ന്യൂസിലാൻഡിനായിട്ടും ഇപ്പോൾ കഴിഞ്ഞത് സൗത്ത് ആഫ്രിക്കനായിട്ടും നമ്മൾ തോറ്റു. ഓഡി സീരീസ് നമ്മൾ എന്തായാലും കോഹ്ലിയും രോഹിത്തുള്ള കാരണം നല്ലൊരു ടീമിന് നല്ലൊരു ബെനിഫിറ്റാണ് ഇവർ രണ്ടുപേരും. സെലക്ടേഴ്സിന് അതിനുള്ളൊരു ബുദ്ധിയില്ല എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ സെലക്ടറും ഗംഭീർ കോച്ചായി വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീമിൽ വന്നത്. അപ്പോൾ നാളെ നമുക്ക് 5 മത്സരങ്ങൾ അടങ്ങുന്ന ഒരു സീരീസാണ് T20. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ നാളെ ജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമിനെ അഗാർക്കറും ഗംഭീറും ഇറക്കണം. അതുപോലെ ഗില്ലിനെ വണ്ടൗൺ ഇറക്കിയിട്ട് സഞ്ജു സാംസനെ, ജിതേഷ് ശർമ്മനെ നാളെ കളിപ്പിക്കാൻ പാടില്ല. സഞ്ജു സാംസനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ സഞ്ജു സാംസൺ നന്നായി നല്ലൊരു പ്രതീക്ഷയുള്ള പ്ലെയർ തന്നെയാണ്. അതുപോലെ ഹർഷദ് റാണ എനിക്ക് ഒരിക്കലും നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. അതുപോലെ ശിവൻ ദുബെ, അതും സ്പിന്നർ മാത്രം അപേക്ഷിച്ച് കളിക്കുന്ന ഒരാളാണ്. അതുപോലെ വാഷിങ്ടൺ സുന്ദർ, ഈ 3 ഈ ഓൾറൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കുത്തി കയറ്റുമ്പോൾ അത്രയും നല്ല ആൾക്കാർ, ടാലൻറ്റഡ് ആൾക്കാർ പുറത്തിരിക്കണം. ഇവരെ കൂടുതലും ഈ എന്താ പറയുക, ഗംഭീറും അഗാർക്കറും കൂടിയിട്ട് ആകെ നശിപ്പിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ നല്ലൊരു 11 നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നാളെ മത്സരശേഷം ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പുറത്താക്കിയിട്ടുള്ളൊരു ടീമാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് മത്സരശേഷം റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.